അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷണം ചെയ്യുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവനത്രേ വളരെ പൊറുക്കുന്നവനായ പ്രതാപശാലി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു വലിയ സന്തോഷത്തിൽ ഭാഗവാക്കാൻ അള്ളാഹു നമുക്കൊരവസരം തന്നു. നമുക്കെല്ലാവരും പോലെ ഒരു ദിവസം 1 രൂപ ധർമ്മം നാളേക്കൊരു വീട് എന്ന പദ്ധതിയിലെ 9ാമത്തെ വീടിൻ്റെ കുടിയിരിക്കൽ, അല്ല ആ വീട്ടിൽ താമസിക്കലും, 10ാമത്തെ വീടിന്, അതായത് ഈ പദ്ധതി പ്രകാരമുള്ള 10ാമത്തെ വീടിൻ്റെ കട്ടില വെക്കലും. അപ്പം ഇങ്ങനെ ഒരു നല്ല ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഭാഗവെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഇപ്പോൾ ഒരു ദിവസം 1 രൂപ ധർമ്മം നാളേക്കൊരു വീട് എന്നാണ് നമ്മളെ ഈ പദ്ധതിൻ്റെ ടൈറ്റിൽ. ഒരു 2.5 കൊല്ലം മുന്നേ ഇങ്ങനെ ഒരു ആശയത്തിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഓർഫൻ കെയറിൽ അന്നുണ്ടായിരുന്ന 1200 വൈദവ്യം അനുഭവിക്കുന്ന സഹോദരിമാർ ഒരു ദിവസം 1 റുപ്യ 2 റുപ്യൊക്കെ നമുക്ക് തന്നു തുടങ്ങി. അതുകൊണ്ട് ഒരു മാനസിക രോഗമുള്ള ഒരു സഹോദരൻ ഒരു ഓലക്കുടിലിൽ താമസിക്കുന്നു. വെയിലാണെങ്കിൽ നല്ല ചൂട്, തകരം പൊള്ളി വേർത്തൊലിക്കുന്ന ഒരവസ്ഥ. മഴക്കാലമാണെങ്കിൽ അതിലേറെ ബുദ്ധിമുട്ട്. കൽച്ചുമരുകളില്ല, ഒന്നുമില്ലാതെ ഓലകൾ മാത്രം. പാമ്പ് ഒരു ഭാഗത്ത്, ഇഴജന്തുക്കൾ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വേറൊരു ഭാഗത്ത്. ഇങ്ങനെ ഇടങ്ങറായി നിൽക്കുമ്പോഴാണ് നമ്മുടെ തന്ന് ഓർഫൻ കെയറിലുള്ള ആളുകൾക്കൊക്കെ പല രീതിയിൽ നേർച്ചയൊക്കെ കിട്ടിയിട്ടും പല സാഹചര്യം പോയിട്ടിരിക്കുമ്പോൾ ഇതുപോലെ 2 അറ്റം മുട്ടാൻ പാടുപെടുന്നത്. എന്നാലും ചോർന്നൊലിക്കണ വീടുകൾ, ചുമരുകളില്ലാതെ എല്ലാ പ്രയാസവും ഒന്നിച്ച് അനുഭവിക്കുന്ന കുറേ ആളുകൾ തീരദേശം ഉണ്ടായപ്പോൾ നമ്മൾ കുറേ കുടിലുകളൊക്കെ അന്ന് ഉണ്ടാക്കി കൊടുത്ത്, കുറേ വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും എത്താതായപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. ഒരു ദിവസം 1 രൂപ ധർമ്മം നാളേക്കൊരു വീട്. അപ്പോൾ ഈ സഹോദരിമാരത് ഏറ്റെടുത്ത് അൽഹംദുലില്ലാഹ് അന്ന് 2023 ഒരു വീട് ഇത്രയും പെട്ടെന്ന് പൂർത്തിയായി. പിന്നെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ മേഖലയിൽ കുറച്ചുകൂടി മുന്നേറാൻ പറ്റി. അപ്പോൾ അവിടെയുള്ള ആളുകൾ അനുഭവിക്കണമെന്ന് വെച്ചാൽ പാമ്പുകളൊരു ഭാഗത്ത്, മറ്റ് ഇഴജന്തുക്കളൊരു ഭാഗത്ത്, കൽച്ചുമരുകളൊന്നുമില്ല, ജീർണിച്ച ഓലക്കൂര, തുരുമ്പിച്ചു പോയ തകര ഷെഡുകൾ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഒന്നിച്ച് അനുഭവിക്കുന്ന 9 കുടുംബങ്ങൾക്കാണ് നമുക്ക് ഈ പദ്ധതി പ്രകാരം വീടെടുക്കാൻ പറ്റി. 10ാമത്തെ വീടിൻ്റെ പണി ഇന്ന് തുടങ്ങാൻ പോവാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നാളേക്കൊരു വീട് എന്ന പദ്ധതിയിൽ ഈ 9 കുടുംബങ്ങൾ സമാധാനത്തിൽ താമസിക്കുന്നത് ഈ 1 റുപ്യ 2 റുപ്യ 5 റുപ്യ ഒക്കെ ഇങ്ങനെ സ്വരൂപിച്ച് നിന്നിട്ടാണ്. അപ്പോൾ ഈ പദ്ധതി പുറത്തേക്ക് അറിഞ്ഞപ്പോൾ നമ്മളെ പ്രവർത്തകന്മാരും നാട്ടിലും പുറത്തേക്കുള്ള ആളുകൾ ഇതിന് സഹകരിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും 1 റുപ്യ 2 റുപ്യൊക്കെ ഒരു ബോക്സിലിട്ട് വെച്ച്, പുറത്താണെങ്കിൽ റിയാലും ദിർഹമൊക്കെ, 1 റിയാൽ 1 ദിർഹമൊക്കെ ഒരു ബോക്സിലിട്ട് വെച്ച് മാസം കഴിയുമ്പോൾ അതിൻ്റെ ഇന്ത്യൻ പൈസ കണക്കൊക്കെ നമുക്ക് അയച്ചു തന്നു. അങ്ങനെ നാനാ ഭാഗത്തു നിന്നുള്ള ആളുകളെ പിന്തുണ ഈ വഴിയിൽ കിട്ടി. അതോടൊപ്പം സമ്പത്തും സൗകര്യമൊക്കെ ഉള്ള കുറേ ആളുകളും ഈ വീടിന് സഹായിക്കാൻ തുടങ്ങി. നമ്മളുണ്ട് ഈ വീട്ടിൽ നിന്ന്. അങ്ങനെ തന്നുകൊണ്ടാണ് ഈ 2.5 കൊല്ലം കൊണ്ട് ഈ 9 വീട് പണി പൂർത്തിയാക്കാനായതും 10ാമത്തെ വീടിൻ്റെ പണി തുടങ്ങാൻ കഴിഞ്ഞതും. സാമ്പത്തിക സൗകര്യമുള്ള ആളുകളൊക്കെ ഓല കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ സഹായിച്ചു. ഇപ്പോൾ 1 റുപ്യ 2 റുപ്യ ഒക്കെ സ്വരൂപിച്ച് 50 റുപ്യ 100 റുപ്യയും 200 റുപ്യൊക്കെ ബോക്സിലായിട്ട് ഇവിടെ കൊണ്ടുവന്ന് തരുമ്പോഴും ഇത്തിരി സൗകര്യമുള്ള ആളുകളൊക്കെ ഞങ്ങൾ കൊണ്ട് കഴിയണ മാതിരി ഇതിൽ സഹകരിക്കുക എന്നും പറഞ്ഞപ്പോഴാണ് ഇത് നല്ല സ്പീഡിൽ ഓടിയിട്ട് നമുക്കിവിടെ എത്താൻ പറ്റിയത്. അതോടൊപ്പം
നമ്മൾ ചെയ്ത മറ്റൊരു പരിപാടി, ഈ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഓരോ മാസവും യത്തീമിനൊരു വീട്, ഓരോ മാസവും യത്തീം കുടുംബത്തിനൊരു വീട്, അത് 15 വയസ്സിന് താഴെയുള്ള പിതാവിൻ്റെ തണൽ നഷ്ടപ്പെട്ട, താമസിക്കാൻ വീടില്ലാതെ വാടക വീടുകളും കോട്ടേഴ്സുകളും കുടുംബ വീട്ടുകളൊക്കെ മാറി മാറി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരുപാട് കുടുംബങ്ങൾ. ഇപ്പോൾ 7 കൊല്ലത്തോളമായി. ഒരു കൊല്ലത്തിൽ 12 വീടാണ് നമ്മൾ വിചാരിച്ചിരുന്നെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിലേറെ വീടുകൾ എടുക്കാൻ പറ്റി. അപേക്ഷകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ 1300 ചില്ലാനം വൈദ്യുതി അനുഭവിക്കുന്ന സഹോദരിമാരുടെ ഇടയിൽ ഒരു 100 ആളെങ്കിലും വീടില്ലാത്തവരുണ്ട്. അതിന് പലർക്കും സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്ഥലം വീടും കൂടി നമ്മളെ സാധിക്കണില്ല. എന്നാലും കഴിവിൻ്റെ പരമാവധി കൂടി എല്ലാ കൊല്ലത്തിലും ഒരു 12 വീട് എന്നുള്ളത്, അതിലും കൂടുതൽ ചെയ്യാൻ പറ്റിയത് ഒരുപാട് ഉദാരമതികളായ മനുഷ്യന്മാർ ഈ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമയവും സമ്പത്തും ചെലവഴിക്കാൻ തയ്യാറായപ്പോൾ നമ്മൾ 7 കൊല്ലമായിട്ട് നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൃത്യമായിട്ട് മുന്നിട്ടുണ്ട്. അപ്പം 2 തലങ്ങൾ, ഒന്ന് രണ്ടറ്റം മുട്ടാൻ പാടുപെടുന്ന ഒരു ഭാഗത്ത് കടൽ ക്ഷോഭം, ഒരു ഭാഗത്ത് മീനില്ലാത്ത പ്രയാസങ്ങൾ, മറ്റും ഒരുപാട് രോഗങ്ങൾ, പുറത്തേക്കൊന്നും ചോദിച്ചും പറഞ്ഞ് ശീലമില്ലാത്ത രണ്ടറ്റം മുട്ടാൻ പാടുപെടുന്ന ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യന്മാരാണ് തീരദേശങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരം ആളുകൾക്കാണ് നമ്മൾ ഈ 1 രൂപ ധർമ്മം നാളേക്കൊരു വീട് എന്നുള്ള ഈ പദ്ധതിയിൽ പോകുന്നത്. ഓർഫൻ കുടുംബങ്ങൾക്ക് നമുക്ക് മറ്റുള്ള രീതിയിലും കിട്ടുന്നുണ്ട്. ഇത് രണ്ടും കൂടി ആവുമ്പോൾ നാട്ടിൽ വീടില്ലാതെ പ്രയാസപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആശ്വാസം നൽകാൻ പറ്റും. നമുക്കിതിൽ പഠിച്ചുകൊണ്ട് ഒരുപാട് സഹായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആവശ്യക്കാർ വരുന്നുണ്ട്. ആവശ്യക്കാരെല്ലാ ആവശ്യം പൂർത്തീകരിക്കാൻ നമുക്ക് കാണില്ലെങ്കിലും എല്ലാ ആളുകളെയും പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് ഇത് ലോകത്തിന് മാതൃകയുടെ രീതിയിൽ ഇങ്ങനെ ഒരു സംവിധാനം മുന്നോട്ടുണ്ടാകാൻ പറ്റി. പലരോടും പറഞ്ഞപ്പം പലരും പല നാടുകളിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 100 ആളുള്ള ഒരു നാട്ടിൽ 100 ആൾ ഒരു 5 രൂപ ദിവസം എടുത്ത് വെച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ ഒരു വലിയ സംഖ്യയാവും. 6 മാസം കഴിയുമ്പോൾ, ഒരു കൊല്ലം കഴിയുമ്പോഴൊക്കെ ഒരു വീടെടുക്കുക. ഒരാളെ കാണിച്ചു കൊടുത്തിട്ട് അയാളെ പിന്നെ ജനമധ്യത്തിലൊന്നും കാണാതെ തന്നെ ഈ നാട്ടിലെ ഒരു പ്രയാസപ്പെട്ട ഒരു മനുഷ്യന് വീടുണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ തുടങ്ങിയാൽ, ഇപ്പോൾ അതാത് മഹല്ലുകളിലൊക്കെ ഇങ്ങനെ വളരെ ചെറിയ സംഖ്യ നീക്കി വെച്ചിട്ടൊരു സംവിധാനം തുടങ്ങിയാൽ സഹായിക്കാൻ സ്വന്തം ഒരുപാട് ആളുകളുണ്ട്. ഒരു വീടും 2 വീടൊക്കെ ഒന്നിച്ചെടുത്ത് തരാൻ പറ്റുന്ന ആളുകൾ എല്ലാവരും ഇല്ല, എല്ലാവർക്കും സാധിച്ചോളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിലൊരു മാതൃക എന്ന് വെച്ചാൽ ഈ ഒരു സംവിധാനം ഓരോരോ മഹലിലുണ്ടായി കിട്ടിയാൽ ഒരു നാട്ടിൽ വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകളെ സഹായിക്കാൻ ആ നാട്ടിലെ പാവപ്പെട്ടവർക്കും കൂടി സാധിക്കും എന്നുള്ളതാണ് ഈ പദ്ധതിയിലൊരു പ്രത്യേകത. അതായത് ഒരു നാട്ടിലൊരാൾ ബുദ്ധിമുട്ടായാലും ആ നാട്ടിലെ സമ്പത്തുള്ള ആളുകളുടെ മാത്രം ബാധ്യതയാണ്, മറ്റുള്ളവർക്കൊരു ബാധ്യതയില്ല എന്നുള്ള രീതി ഇങ്ങനെ കണ്ടുവരുന്ന സമയത്ത് ഈ പദ്ധതി കൂടെ ഒരു റുപ്യ നമ്മളെ സഹോദരിമാർ ഒരു ദിവസം 1 റുപ്യ നൽകിയപ്പോൾ ഒരു കൊല്ലത്തിൽ 360 റുപ്യാണ് നൽകുന്നത്. ഇന്നത്തെ കണക്കിന് 6 കല്ലിൻ്റെ പലേ ഉള്ളൂ. പക്ഷെ ഒരു വീട് പണി പൂർത്തിയാകുമ്പോൾ ആ വീട്ടിൽ 100 കണക്കിൽ കല്ലുകളുടെ ഇടയിൽ എൻ്റെ 6 കല്ലും ഉണ്ടെന്നുള്ളത് ഓരോ ആളുകൾക്കും സമാധാനിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഓർഫൻ കേരള സഹോദരിമാർ, നമ്മൾ 3000, 4000, 5000 ഒക്കെ ഇവിടുന്ന് 3-4 കുട്ടികൾക്ക് ആരെങ്കിലും തരേണ്ട പൈസ അവർക്ക് സ്കോളർഷിപ്പായിട്ട് കൊടുക്കുമ്പോഴും അവർക്ക് മറ്റെന്തെങ്കിലും തൊഴിലുറപ്പിന് പോയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും 10 റുപ്യ കിട്ടുമ്പോൾ അതിലൊരു റുപ്യ 2 റുപ്യ നിക്ഷേപിച്ച് തന്നത് അവർക്കും സമാധാനിക്കാൻ പറ്റും, ഞങ്ങൾക്കും ഈ പാവങ്ങളെ സഹായിക്കാൻ പറ്റും എന്നുള്ള രീതി. അപ്പം സമൂഹത്തിൽ സമ്പത്തുള്ള ആളുകൾക്കും സമ്പത്തില്ലാത്ത ആളുകൾക്കും ഒരുപോലെ ഒത്തുചേർന്നാൽ നാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക്, പ്രത്യേകിച്ച് വീടില്ലാത്ത ആളുകൾക്ക് ഒരു വീടായി മാറും. ഇപ്പം ബിസ്മി തുടങ്ങിയപ്പോൾ 30ാമത്തെ കൊല്ലത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയ കാലഘട്ടം മുതലേ നമ്മൾ വീടില്ലാത്ത ആളുകൾക്ക് വീട് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ അന്ന് മുതലുള്ളൊരു അജണ്ടയാണ്. വീടില്ലാതെ മനുഷ്യന്മാർ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്നുള്ളത് വീടില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾക്കാണ് കൂടുതൽ മനസ്സിലാവുക. വീടില്ലെങ്കിലും പൈസ ഉണ്ടെങ്കിലും നല്ല വാടക പേരെ താമസിക്കാൻ പറ്റും, ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റും, ബേജാറുണ്ടാവില്ല, കൊടുക്കാൻ പറ്റും. പക്ഷെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഉള്ളു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വാടകക്കാരൻ വരുമ്പോൾ നെഞ്ഞിടിപ്പ് കൂടുന്നത്, അങ്ങനെ ഓരോ 6 മാസം ഓരോ കൊല്ലം കഴിയുമ്പോഴും വീട് മാറിപ്പോണ്ട് ഒരുപാട് ആളുകൾ. ഇപ്പോൾ വീടില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾക്ക് വീട് കിട്ടുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീടിൻ്റെ പണി പൂർത്തിയായപ്പോൾ കാണാൻ ആ വീട് തന്ന ഒരു സഹോദരി മകനും കൂടി ഞാനും കൂടിയും പോയി. നിർബന്ധിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ റാഹത്തന്നല്ലേ എന്ന് പോട്ടെ, നിങ്ങൾ എന്താ വെച്ചാൽ നല്ല സൗകര്യമായ ദിവസം കൂടി വീട്ടിൽ കൂടിയിരുന്നോളൂ നിങ്ങൾ അതനുസരിച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടീൻ്റെ വല്യമ്മ പറഞ്ഞു, സമാധാനം തന്നെയാണ് കാക്ക,
മക്കൾ അതേ പേരക്കുട്ടികളെപ്പോഴും ചോദിക്കും, മമ്മ വീട് ചോരാത്ത വീട്ടിലെന്നാണ് താമസിക്കണം. അപ്പോൾ ഞാൻ പേരക്കുട്ടികളോട് പറഞ്ഞു, മക്കളെ നമുക്ക് പറമ്പത്ത് വീടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, പറമ്പത്ത് നിങ്ങൾക്ക് വേറെ വീടുണ്ടേനോ എന്ന്. അപ്പോൾ അല്ല, പറമ്പത്ത് നിന്ന് ഞങ്ങളെ പള്ളിക്കാടാണ്. ആ പള്ളിക്കാട്ടിൽ അവിടെ നമുക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാം, അവിടെ സമാധാനത്തിൽ കിടക്കാൻ പറ്റും, അവിടെയാണ് നമ്മളെ വീട് മക്കളെ എന്ന് ഞാൻ മക്കളോട് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ വീട്ടിൽ ഞങ്ങൾക്കൊരു കൊട്ടാരാണ്. അത് തന്ന ഉടമ, വീട് പൈസ തന്ന ആൾ, അമ്മയും മോനും കൂടി അത് കേട്ടപ്പോൾ എല്ലാവരും പ്രയാസപ്പെട്ടു. ഇത്രത്തോളം ഒരു പ്രയാസം ഇവർക്കുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഒരു വീടിന് പൈസ ഒക്കെ തന്നത്. അപ്പം വീടെന്നൊരു സ്വപ്നം പൂർത്തീകരിക്കാൻ ഇനി ഈ ഭൂമിയിൽ കഴിയില്ല, അത് പള്ളിക്കാട്ടിലാണ് വീട് എന്ന് വിചാരിച്ച് ഉരുകിത്തീരുന്ന ഒരുപാട് മനുഷ്യന്മാർ. വാടകക്കാരന് വാടക കിട്ടാഞ്ഞാൽ നടക്കില്ലല്ലോ. പക്ഷെ വാടകക്കാരനെ വരുമ്പം പേടി ആയിട്ട് മനസ്സൊരുക്കി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നേരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്കാണ് നമുക്ക് ഈ ആശ്വാസം നൽകേണ്ടത്. അപ്പോൾ ഓരോ മഹലിലും ഇതുപോലൊക്കെയുള്ള ആളുകളെ കണക്കെടുത്ത് അത്തരം ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യന്മാരെ നെഞ്ചിരിപ്പ് മാറും. ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവുന്ന മറ്റ് രോഗങ്ങൾ മാറിപ്പോവും. പിരിമുറുക്കുണ്ടായി അതിനോടനുബന്ധിച്ചിട്ടാണ് രോഗങ്ങൾ കുറഞ്ഞിട്ടും. അതിന് ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു ചെറുതാണെങ്കിലും ഒരു വലിയ ഒരു മെസ്സേജ് ലോകത്തിന് കൊടുക്കാൻ പറ്റും. എനിക്ക് കഴിഞ്ഞ ആഴ്ച ആ സഹോദരി ഇത് പറഞ്ഞപ്പോൾ ഒരു 55-60 കൊല്ലം മുന്നേ ഞാൻ ഒരു 2-3 വയസ്സായ കാലത്ത് റഹീം, എനിക്ക് 5 വയസ്സും റഹീമിനൊരു പ്രായം. ആ സമയത്ത് വാപ്പ ബീഡി അരിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഒരു അടുത്ത വീട്ടിൽ നിന്നായിരുന്നു. അടുത്ത വീട്ടിൽ ഉമ്മച്ചി കൊണ്ടേക്കും. അങ്ങനെ വാപ്പിച്ച് കിടന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു താത്ത വാപ്പിച്ചോട് പറഞ്ഞു, അല്ല മുഹമ്മദ് ഏജി എന്താ ചോറുന്നാൻ വിളിക്കാത്ത, കൂടെ കൂട്ടാൻ വിളിക്കാത്തതെന്ന് വാപ്പിച്ചോട് തമാശ പറഞ്ഞു. അപ്പോൾ വാപ്പിച്ച് പറഞ്ഞു, താത്ത സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് എന്ന് വാപ്പിച്ച് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഈ താത്ത പറഞ്ഞു, മുഹമ്മദ് എൻ്റെ വീട് അവിടെ പള്ളിക്കാട്ടിലല്ല. എനിക്ക് വീട് പള്ളിക്കാട്ടിലല്ല മുഹമ്മദേ എന്ന് വാപ്പിച്ചോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇമ്മച്ചിക്ക് ഓർമ്മയുള്ള കാലത്തൊക്കെ നിങ്ങൾ സംസാരിക്കും, കഴിഞ്ഞ കാല അനുഭവങ്ങൾ പറയുമ്പോൾ ഉമ്മച്ചിനോട് പറയില്ലേ. വാപ്പിച്ച് ചോരാത്ത വീട്ടിലൊക്കെ താമസിച്ചു പോയി. വാർപ്പല്ലെങ്കിലും ഓടിട്ട വീട്ടിൽ താമസിച്ചിട്ട് വായിച്ച് മരിച്ചുപോയി. പക്ഷെ അന്ന് 10-60 കൊല്ലം 55 കൊല്ലം മുന്നേ നടന്നൊരു സംഭവം ബാബുജി അമ്മച്ചിനോട് പറഞ്ഞതിൻ്റെ മനസ്സിക്ക് ഇങ്ങനെ ഓടി വന്നപ്പോൾ, ഈ കഴിഞ്ഞ ആഴ്ച ഒരു വല്യമ്മ ബാപ്പില്ലാത്ത 2 കുട്ടികളോട് മക്കളെ വീട് പള്ളിക്കാട്ടിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ബാക്കോട്ട് പോയി. ഇന്ന് വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ അവരോട് അതിനെപ്പറ്റി പിന്നെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഇത് ഞങ്ങൾ ആലോചിച്ചിട്ടും കൂടിയില്ല, ഞങ്ങളെ അജണ്ടയിൽ ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ താമസിക്കാൻ ഞങ്ങളെ ചിന്തയിലുണ്ടായിട്ടില്ല. അള്ളാഹ് ഇത്ര പെട്ടെന്ന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു അള്ളാഹിനെ സ്തുതിക്കണം. ഒരുപാട് അനുഭവങ്ങൾ. ഇതിൽ നമുക്കുള്ളൊരു മെസ്സേജ് എന്താ വെച്ചാൽ, സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ചിലപ്പോൾ നല്ല കാറുണ്ടാവും, നല്ല വീടുണ്ടാവും. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് മനുഷ്യപ്പറ്റുള്ള ഹൃദയമായിട്ടാണ് അവർ നടക്കുന്നത്. പക്ഷെ അവരെ ശ്രദ്ധയിൽ ഈ വിഷയം ബന്ധപ്പെട്ടാൽ അവനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 5-6 മാസമായിട്ട് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തൊരു കുടുംബം, 4 കുട്ടികളിലൊന്നിന് കല്യാണപ്രായമായിട്ടുണ്ട്. കല്യാണപ്രായം കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ഒരു കല്യാണം മുടങ്ങിപ്പോയി. കല്യാണം വന്ന ഒരു ഓലക്കുടിയിൽ താമസിക്കേണ്ട കല്യാണം മുടങ്ങിപ്പോയി. രണ്ടാമതൊരു കല്യാണം വന്നു. ആ കല്യാണം നിശ്ചയിച്ചു. ഈ മാസം 26-ാം തീയതി, അടുത്ത മാസം 26-ാം തീയതിയാണ് കല്യാണം. ഒരു മാസം ചില്ലറ ദിവസമുള്ളൂ. അവർ വീണ്ടും ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു,
ഞങ്ങൾ കുട്ടീൻ്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, വീടിൻ്റെ കാര്യം എന്തെങ്കിലും ആയോ എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സക്കാത്ത് ഫണ്ടിൽ നിന്ന് കിട്ടണം, നിങ്ങൾ സക്കാത്തിൻ്റെ അവകാശികളാണ്. അപ്പോൾ സക്കാത്തിൻ്റെ വീട്ടിൽ പൈസ കിട്ടുന്നതുകൊണ്ട് ഒരു വീടിന് മൊത്തം ഒന്ന് എടുത്താൽ ഇവിടെ വരുന്ന സക്കാത്തിൻ്റെ മറ്റ് അവകാശികളായ ആളുകൾക്ക്, ക്യാൻസറും കിഡ്നിയും ട്യൂമറൊക്കെ വന്ന് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ പെൻഷൻ കൊടുക്കുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ ഒരു 6 ലക്ഷം മുടക്കിയിട്ടൊന്നൊരു വീട് ഒറ്റയടിക്ക് എടുത്തുതരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അള്ളാഹു തആല ഒരു വഴി ഉണ്ടാക്കി തരും. ഞങ്ങളുടെ അടുത്ത് വല്ല വഴിയും കിട്ടിയാൽ നിങ്ങളെ നമ്മൾ നോക്കുക പറഞ്ഞു. അങ്ങനെയൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച മനസ്സിക്ക് ഇങ്ങനെ ഈ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വീട്ടിലുണ്ട്, കല്യാണം മുടങ്ങുമോ ഒരു വീടില്ലെങ്കിൽ എന്ന് പറഞ്ഞത് മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചു. പക്ഷേ എങ്ങനെ ഇപ്പോൾ ഒരു വീട് എടുത്തു കൊടുക്കാൻ പറ്റും? അവസാനം കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാരിന് ശേഷം സൈതാലിക്കുട്ടി സാഹിബും ഞാനും സഫീറും കൂടി, മൂന്നാൾക്കും ഫ്രീ ടൈപ്പ് നമ്മൾ പോയി വെക്കാൻ, അങ്ങനെ 3 ആളും കൂടി തിരുദേശത്ത് കൂടെ ഇങ്ങനെ പോയപ്പോൾ ഞാൻ സഫീറോട് പറഞ്ഞു, ഈ വണ്ടി ഒന്ന് അപ്പുറത്ത് കിട്ടുമോ, ഞാൻ ആ വീടൊന്ന് നോക്കട്ടെ, അതിൻ്റെ ചിത്രം ഒന്ന് മനസ്സിലാക്കട്ടെ, അവരെ പുറത്തുനിന്ന് നോക്കി കാണാം, അകത്ത് ചെന്നാണ്ട് വീട്ടിൻ്റെ അവസ്ഥ ഒന്നും കൂടി ചോദിച്ചാൽ പൂതിയപ്പിച്ചിട്ട് അത് നടക്കാതെ വരുമ്പോണ്ടാണ് ഒരു സങ്കടം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വണ്ടി സൈഡാക്കി നല്ല സ്ലോ ആക്കി പോകാം, അങ്ങനെ ആലോചിക്കട്ടെ. അങ്ങനെ പോകുമ്പോൾ ആ സഹോദരീൻ്റെ ഭർത്താവും കൂടി ഇങ്ങോട്ട് പെട്ടെന്ന് വോട്ടിക്ക് കയറി വന്നു. കാക്ക നിങ്ങളെ പറ്റി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും പോയി. അപ്പോൾ നാളെ അത് വെള്ളിയാഴ്ച എന്ന് പറയണേ, ഞായറാഴ്ച ഒന്നും കൂടി പോയി നോക്കിയാലോ, ഈ കല്യാണം മുടങ്ങുമെന്ന് മോക്കൊരു പേടിയുണ്ട്. അപ്പോൾ നിങ്ങളെ പറ്റത്തേക്കൊന്ന് വരുന്നതിനെ പറ്റി ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ്, ഒരിങ്ങനെ സംസാരിച്ചിരിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ അതിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് ചെല്ലണത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ടൊന്ന് ദ്വാരക്കേണ്ടി, പഠിച്ചവനൊരു വഴി ഉണ്ടാക്കി, ഞങ്ങൾക്ക് മനസ്സിലാഗ്രഹമുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, പഠിച്ചവനൊരു വഴി ഉണ്ടാക്കി തരും, നിങ്ങൾ നന്നായിട്ട് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചുകൂടി, എന്തെങ്കിലും ഒരു വഴി പഠിച്ചവൻ ഉണ്ടാക്കി തരുന്നത്. അത് കഴിഞ്ഞ് രാത്രി ഇവിടെ എത്തിയപ്പോൾ കോഴിക്കോടുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ബഷീറൊക്കെ നാളെ ബിസ്മിയിൽ ഉണ്ടാവുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതും വലിയ തിരക്കുള്ളൊരു ഡോക്ടർ, ദിവസങ്ങളൊക്കെ ആഴ്ചകളൊക്കെ ബുക്ക് ചെയ്ത് കാത്തിക്കേണ്ട ഒരു ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പഠിച്ചോനെ ഡോക്ടർ എന്താ വിളിച്ചത്, നമുക്ക് മാസത്തിൽ പൈസ ഒക്കെ തരില്ല, സ്കോളർഷിപ്പ് തന്നെ കുട്ടികൾക്ക്, നാളെ ഭാര്യയും മോനും കൂടി എയർപോർട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് കാണുക വരിക. അപ്പോൾ ഞാനിങ്ങനെ ശനിയാഴ്ചയോടെ ഇങ്ങനെ നിന്ന് എന്താക്കാറൊന്ന് കുറേ സംസാരിച്ച കൂട്ടത്തിൽ ബിസ്മിനെ പറ്റി 2 ആൾ ആദ്യമായിട്ടാണ് വരുന്നത്, മകനും ഡോക്ടർ തന്നെയാണ്, ഭാര്യ ഒന്ന് സംസാരിച്ച കൂട്ടത്തിൽ, എന്നാലും ഒരു കാര്യം ചെയ്യുക, ഒരു വീട് പണി നമുക്ക് തുടങ്ങാം, നിങ്ങളൊരു വീടെടുത്തോളി, അതിനുള്ള ഏർപ്പാട് നമുക്ക് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആർക്ക് വീടെടുത്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടുത്തേക്ക് ഒരു പറഞ്ഞു, നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് ഓർക്ക് എടുത്ത് കൊടുത്താളിയാണ്. അപ്പം പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്തിയും കുടുംബമാണോ രോഗികളും മിസ്കിനുമായ ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ, നമുക്ക് പുണ്യമുള്ള ഇത് സക്കാത്തിൻ്റെ പൈസയാണ്, സക്കാത്ത് വീടും വേണം, അത് ഒരു കുടുംബം രക്ഷപ്പെടും വേണമെന്ന് വിചാരിക്കുകയാണ്, അത് എത്തിയുമായിക്കോളം നിർബന്ധമൊന്നുമില്ല, ആരാണോ അവർക്ക് പറ്റും. അപ്പം ഞാൻ ഈ അവസ്ഥ പറഞ്ഞു, വളരെ സന്തോഷമായിട്ട് അവരത് ഏറ്റെടുത്തു. ഒരു വലിയ വലിയ ആളുകളായതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് വന്ന് കണ്ടിട്ട് തന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഒരു ഒന്നും വേണ്ട, ബഷീറൊക്കെ കണ്ടാൽ മതി, നിങ്ങൾ കണ്ടിടണോ, നിങ്ങൾക്ക് ഓക്കെ ആണോ, എന്നാൽ ഞങ്ങൾ ഓക്കെയാണ്. കൂടുതൽ ഞാൻ പറഞ്ഞു, എന്നാലും നിങ്ങളൊന്ന് വരികയായിരുന്നേ. അപ്പോൾ ആ ഡോക്ടർ വൈഫ്, ആ സഹോദരി പറഞ്ഞൊരു വാക്കുണ്ട്, ബഷീറൊക്കെ ഞങ്ങൾ വരണോണ്ടൊന്നുമല്ല, വന്നാൽ ഞങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും വിഷമമുണ്ടാവും, ഞങ്ങളെ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും, അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും വന്ന് കണ്ടോളാം, നമ്മളെ കണ്ടവർക്കൊരു പൊറുതിയേട് വേണ്ട, നിങ്ങൾ എടുത്തു കൊടുത്താലേന്ന്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സമൂഹത്തിൽ വലിയ വലിയ ആളുകളാണെന്ന് പറയുന്ന ആളുകളെ മനസ്സിലും ഒരു മറ്റുള്ളവരുടെ വേദന ഹൃദയത്തിൽ കൊണ്ടിറക്കും ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന്. എനിക്ക് ആ സഹോദരിൻ്റെ വാപ്പാനറിയാം, ഈ ഓരോ കുടുംബ പശ്ചാത്തലം എമ്പാടും അറിയാം, നല്ല സമ്പന്നനായ ഒരാളെ മകളാണ് ഈ ഡോക്ടർ ഭാര്യ. പക്ഷെ അത്രയും ഉന്നത തലങ്ങളിൽ ജീവിച്ചിട്ടും ആ സഹോദരി ഇന്നെ കണ്ടാലും അവർക്ക് സങ്കടമാവുമെങ്കിൽ അതൊന്നും വേണ്ട, നിങ്ങൾ കണ്ടാൽ മതി, എന്നിട്ട് ഇങ്ങ് എടുത്തു കൊടുക്കുക, നമുക്ക് പിന്നെ കാണാൻ പറഞ്ഞിട്ട് ഇത്ര വിനയത്തിലാണ് പറയണത് എന്നല്ല. ഞാൻ ഈ
വിഷയങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിച്ചാൽ സമൂഹത്തിൽ സമ്പത്തും സൗകര്യവും ഒക്കെ ഉള്ള ആളുകളുടെ ഇടയിൽ നല്ലൊരു മനസ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ശ്രദ്ധയിൽ ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരേ ശ്രദ്ധയ്ക്ക് കൊണ്ടുവന്നാൽ സഹായിക്കാൻ സന്നദ്ധ ആളുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബാധ്യത കൂടുതലാണ്. അത് പറയാനാണ് ഞാൻ അത് പറഞ്ഞത്. ഇപ്പോൾ നല്ലൊരു വീട്, നല്ലൊരു വാഹനം, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകളെ പറ്റി പലപ്പോഴും ഓലെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു നല്ല വിദേശത്ത് നിന്ന് ഒരാഴ്ചയൊക്കെ രണ്ടാഴ്ചയൊക്കെ വരുന്ന ആളുകളെ പറ്റിയിട്ടൊക്കെ പലപ്പോഴും എന്താ വെച്ചാൽ ഓരൊക്കെ ഭയങ്കര തിരക്കാണ്, ഓരൊക്കെ അങ്ങനെ ഒരിക്കലും വെറുതെ കമൻ്റൊക്കെ ചിലപ്പോൾ പോയി തരും. പക്ഷെ ഇത്ര ആളുകൾ ഒരുപാട് സന്മനസ്, നല്ല ഹൃദയം, മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണുന്ന ഒരുപാട് സമ്പത്ത് സൗകര്യമുള്ള മനുഷ്യന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് സമ്പത്തും സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ഇത്തരം ആളുകളെ ശ്രദ്ധയിൽ പെടുത്താനുള്ളൊരു ബാധ്യത നമ്മളെപ്പോലുള്ള ഓരോ നാട്ടിലും ഓരോ സഹോദരി സഹോദരന്മാർ നമ്മളെ ബാധ്യത ഏറ്റെടുത്താൽ ഓരോ 6 ലക്ഷം 7 ലക്ഷം കൊടുത്തൊരു വീട് തരുമ്പോൾ ഒരു ഉറുപ്പ്യ മുടക്കാതെ നമുക്ക് ഒരു വീട് എടുത്തെടുത്ത പുണ്യം കിട്ടുന്നുണ്ട്. ഒരു നന്മ പ്രോത്സാഹിപ്പിച്ചാൽ അത് ആ പ്രോത്സാഹിപ്പിക്കപ്പെട്ടാൽ നമ്മൾക്കും അതുപോലുള്ള പ്രതിഫലം കിട്ടും. അവരുടെ പ്രതിഫലത്തിൽ ഒട്ടും കുറയാതെ എന്നൊക്കെ ഒരുപാട് ഹദീസിൻ്റെ ആയത്തിൻ്റെയൊക്കെ പിൻബലം നമുക്കുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യന്മാർ, പ്രത്യേകിച്ച് വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഒരു താങ്ങും തണലും ആവണം. എൻ്റെ സംസാരം കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ അറിവ് കൊണ്ട്, എൻ്റെ സ്വാധീനം കൊണ്ട് എന്താണോ അല്ലാഹു തആല നമുക്ക് തന്നത് അതെല്ലാം ഉപയോഗപ്പെടുത്തിയാൽ, ഒരു ഉറുപ്പ്യ കൊടുത്തിട്ട് ഒരു വീട്ടിൽ ഒരു വീടിൻ്റെ പദ്ധതിക്ക് ഒരു ഉറുപ്പ്യ ദിവസം ധർമ്മം ചെയ്തിട്ട് 5ഉം 6ഉം കല്ലിൻ്റെ പൈസ ആണെങ്കിലും, ഇപ്പം നമ്മളൊക്കെ പ്രവർത്തകന്മാർ ബോക്സിലിട്ടിട്ട് 10 ഉറുപ്പ്യെങ്കിലും ഇട്ട് കൊടുത്തിട്ട് മാസത്തിൽ 10 300 ഒക്കെ ആയിട്ട് അത് കൊണ്ട് കൊടുക്കുമ്പോഴൊക്കെ ഈ വലിയ വലിയ ആളുകൾ ചെയ്യുന്ന അതേ പുണ്യം നമുക്കും കിട്ടും. നമ്മുടെ അടുത്ത് ഇല്ലായിട്ടാണല്ലോ. അപ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ പങ്കുചേരാൻ പറ്റിയ ഒരു പദ്ധതിയാണ് 1 രൂപ ധർമ്മം. ഒരു ദിവസം 1 രൂപ ധർമ്മം, നാളേക്കൊരു വീട് എന്നുള്ള പദ്ധതി. അപ്പോൾ ഈ പദ്ധതി ഓരോ നാടുകളിലും ഓരോ മഹല്ലുകളിലും ഉണ്ടാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അത്ര ഓരോ സ്ഥലങ്ങളിൽ പോയി നമ്മൾ ശ്രദ്ധപ്പെടുത്തിയാൽ നാട്ടിൽ വീടില്ലാത്ത പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാവും. അല്ലാഹു ആ രീതിയിൽ വീടില്ലാത്തവർക്കൊക്കെ വീടുണ്ടാക്കാൻ നമ്മളെ ഈ ഒരു പദ്ധതിയിലൂടെ നമുക്കും നാട്ടിൽ ഓരോ സ്ഥലങ്ങളിലുള്ള ആളുകൾക്കും പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ വിശ്വാസം പറഞ്ഞു, എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ വാനലോകത്തിൽ നിന്ന് ഇറങ്ങി വരും. ഒരു മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ ധർമ്മിഷ്ഠന് നീ കൂടുതൽ പകരം നൽകണമേ. മറ്റേ മലക്ക് പ്രാർത്ഥിക്കും, അള്ളാഹുവേ ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവന് നീ നാശം പ്രദാനം ചെയ്യണമേ. അപ്പോൾ കൊടുക്കുന്ന സംഖ്യൻ്റെ വലുപ്പമല്ല, എന്തെങ്കിലും ഒരു സംഖ്യ ഒരു ദിവസം ധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മളെ ഈ സഹോദരിമാരും ചെയ്യുന്നത്. വിശ്വാസം മറ്റൊരു പറഞ്ഞു, ഒരു ഇടയാളനില്ലാതെ അള്ളാഹു നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും. അപ്പോൾ അവൻ വലതുഭാഗത്തേക്ക് നോക്കും, അവിടെ അവൻ ചെയ്തതേ കാണും. ഇടതുഭാഗത്തേക്ക് നോക്കും, അവിടെയും അങ്ങനെ തന്നെ. പിന്നെ മുൻഭാഗത്തേക്ക് നോക്കും, മുമ്പിൽ നരകമല്ലാതൊന്നും അവൻ കാണില്ല. അതിനാൽ ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നരകത്തെ തടുത്തുകൊള്ളുക. ബുഖാരി മുസ്ലിം. മറ്റൊരു വിശ്വാസം പറഞ്ഞു, മനുഷ്യൻ എൻ്റെ ധനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വാസ്തവമാകട്ടെ അവൻ്റെ ധനത്തിൽ നിന്ന് 3 എണ്ണമേ അവൻ്റേതായിട്ടുള്ളൂ. അവൻ തിന്നത് അത് തീർന്നുപോയി, അവൻ ധരിച്ചത് അത് ദ്രവിച്ചുപോയി, അവൻ ദാനം ചെയ്തത് അത് ശേഖരിച്ചു വെച്ചു, ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവർക്കായി അവൻ വിട്ടേച്ചു പോകുന്നത് അത്രേ. അപ്പോൾ ഈ രീതിയിൽ നാളത്തേക്ക് സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ ഈ വീട് പണിക്കൊക്കെ 1 ഉറുപ്പ്യ ആണെങ്കിലും ഒരു ദിവസം ധർമ്മം ചെയ്ത് ഈ സൽക്കർമ്മങ്ങൾ മുന്നേറിയ എല്ലാ സഹോദരന്മാർക്കും, അതോടൊപ്പം ഉള്ള സമ്പത്ത് നല്ലൊരു വീതം നീക്കി വെച്ച് ഇത്തരം വീടുകൾ പദ്ധതിയിൽ സഹായിക്കുന്ന ആളുകൾക്കും, സ്വന്തം നിലക്ക് ഒരു വീടും അതിലപ്പുറമൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. പ്രത്യേകിച്ച് വിദേശമൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ ഈ 1 രൂപ ഒരു ദിവസം ധർമ്മം നാളേക്കൊരു വീട് എന്നുള്ള പദ്ധതിനെ പറ്റി ചോദിച്ച് മനസ്സിലാക്കി അവരവിടെ ഒരു സ്വരൂപിച്ച് വെച്ച് അതിനൊരു വീതെടുത്ത് മാസം ടൈമിൽ നമുക്ക് ആ ഒരു സംഖ്യ തന്നെ, ആ എത്ര ചെറുതാണ്, 100 ഉറുപ്പ്യ 200 ഉറുപ്പ്യ 500 ഉറുപ്പ്യ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ തരുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ അവരൊക്കെ ഉദ്ദേശം പൂർത്തീകരിക്കട്ടെ. ഈ 10ാമത്തെ വീട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ആയുസ്സും കേട്ടില്ലെങ്കിൽ 11ാമത്തെ വീടും ഈ പദ്ധതിയിൽ തുടങ്ങാനുള്ള പദ്ധതി ഉണ്ട്.
ഇതിൻ്റെ പൈസ ആയി കഴിഞ്ഞാൽ കുടിയിരിക്കലൊന്നും നോക്കൂല, അപ്പത്തിന് വീണ്ടും മുന്നോട്ട് പോകും. ആ രീതിയിൽ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്, അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞ് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്, ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാനുള്ള പഠിച്ചവനെ എല്ലാ സാഹചര്യം അനുകൂലമാക്കി തരട്ടെ. സഹകരിച്ച എല്ലാവർക്കും അത് നല്ല പ്രതിഫലം, നമുക്കെല്ലാം വന്നിരുന്ന എല്ലാ സഹോദരി സഹോദരനും എല്ലാവർക്കും പഠിച്ചവന് നല്ല പ്രതിഫലം കൊടുക്കണം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അൻത അസ്തഗ്ഫിറുക വ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.